to TMA food channel. My name is Tisvi. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന കുറച്ച് വെജിറ്റബിൾ ഒക്കെ ചേർത്തിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തുക. എങ്കിലും പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മെസ്സേജ് വഴി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ വറുത്ത റവയാണ് മേടിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് 1 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്കൊരു പാൻ വെച്ചത് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഈ റവ നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ റവ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ചൂട് കൂടി റവ കരിഞ്ഞു പോകും. നമ്മൾ ഇതിനു വേണ്ടി ചേർക്കാനായിട്ട് 1 കപ്പ് ഓനിയൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ 1 കപ്പ് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് 1 കപ്പ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ചൂടായ പാനിലേക്ക് ഞാൻ അതിന് ആവശ്യമായ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നു. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 1 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ നമുക്ക് സബോള ഒന്ന് ചെറുതായിട്ട് കുക്കായാൽ മാത്രം മതി, ഒരുപാട് അങ്ങ് വഴറ്റണ്ട. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉണങ്ങിയ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ളത് ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്കിനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് കിട്ടാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒരു 1/4 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിളിലേക്ക് 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തവി വെച്ചൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഉപ്പുമാവിന് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഒരുപാട് ഇടരുത്, ആവശ്യത്തിന് മാത്രം ചേർക്കുക. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ഡെസിക്കേറ്റ് കോക്കനട്ടാണ് ചേർക്കുന്നത്. ഫ്രഷ് തേങ്ങ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ വെള്ളം അങ്ങനെ ചൂടായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രം നമുക്ക് റവ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തേങ്ങയും വെജിറ്റബിളും എല്ലാം കൂടെ ചേർന്ന് വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം.